നിരവധി അനവധി അനുഗ്രഹങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ കിടക്കുന്ന കിടപ്പിൽ കിടന്നു പോകേണ്ട സമയമായിരുന്നു. അപ്പോൾ എനിക്ക് എഴുന്നേക്കത്തില്ലാത്ത ആ നിമിഷങ്ങൾ വന്നപ്പോഴും ഈ ചർച്ചിലെ ഇവരോട് പ്രാർത്ഥിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എഴുന്നേറ്റ് നടക്കാനുള്ള ശക്തി ദൈവം തന്നു. എനിക്ക് നെഞ്ചിലൊരു മുഴ പോലെ വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനുമായിരുന്നു, എന്താണ് ഇത് വേറെ എന്തെങ്കിലും ആയി തീരുമോന്നൊരു പേടിയുണ്ടായിരുന്നു. ജീസസ് വേൾഡ് പ്രാർത്ഥനയ്ക്ക് വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒന്ന് കാണിച്ചു പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിഷയമേ ഇല്ല, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. എൻ്റെ മക്കളുടെ പഠന മേഖലകൾ, ജോലി മേഖലകൾ, എനിക്ക് ഞങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള അവസ്ഥകൾ, അതെല്ലാം ഈ പ്രാർത്ഥന വഴിയായിട്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇത്രയും വലിയ ദൈവാനുഗ്രഹം എനിക്ക് വേറൊരിടത്തുനിന്നും കിട്ടത്തില്ല. ആൻസി എന്ന് പറയുന്ന ആൻറ്റിയാണ്. കോഴിക്കോട് നിന്നാണ് ആൻറ്റി വരുന്നത്. ആൻറ്റിയുടെ ശരീരത്തിൽ ഒരു മുഴയുടെ ഒരു തടിപ്പ് പോലത്തെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. എന്നാൽ ആൻറ്റി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വലിയൊരു അത്ഭുതം ആൻറ്റിയുടെ ശരീരത്തിൽ സംഭവിക്കാനിടയായി. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിലേക്ക് കടക്കുകയാണ്. ആൻസി ആൻറ്റി പറയാമോ, എത്ര നാളുകൊണ്ട് വരുന്നുണ്ട് നമ്മുടെ ചർച്ചയിൽ നിന്ന്? ഞാൻ മൂന്ന് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. 2019 തുടങ്ങി വരുന്നുണ്ട്. പിന്നെ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. 3 പ്രാവശ്യമായിട്ട് ആൻറ്റി വരുന്നുണ്ട്. കോഴിക്കോട് എവിടെ നിന്നാണ് വരുന്നത്? കോഴിക്കോട് വിലങ്ങാട് എന്ന സ്ഥലത്തു നിന്ന്. ഓക്കെ, എങ്ങനെയാണ് നമ്മുടെ മീറ്റിങ്ങിനെ കുറിച്ച് അറിയാനിടയായത്? എനിക്ക് ഒരാൾ നമ്പർ തന്നു, ഈ ചർച്ചിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ നമ്പർ തന്നു. ആ നമ്പർ വിളിച്ച് പറഞ്ഞിട്ടാണ് എനിക്ക് ആദ്യം മനസ്സിലാകുന്നത്, വരാനിടയായത്. ഓക്കെ, ആന്റിയുടെ പ്രയാസം പറയാമോ? എനിക്ക് നെഞ്ചിൽ എന്തോ ആയിരുന്നു പ്രയാസം ഉണ്ടായിരുന്നു? എനിക്ക് നെഞ്ചിലൊരു മുഴ പോലെ വന്നു, ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തില് വന്നു വേദനയുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ ചർച്ചില് ജീസസ് വേൾഡ് പ്രാർത്ഥനയ്ക്ക് വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു. എത്ര നാളോട്ട് ആ പ്രയാസം ഉണ്ടായിരുന്നു അമ്മയ്ക്ക്? എനിക്ക് ഒരു മാസത്തോളമായിട്ട് ഉണ്ടായിരുന്നു. അപ്പം ഇത് നെല്ലിക്കയുടെ വലിപ്പത്തിൽ മുഴുത്തു വരികയായിരുന്നു. അപ്പം ഞാൻ ഈ പ്രാർത്ഥനയെ വിളിച്ചു പറഞ്ഞതിന്റെ ഫലമായിട്ട് ആ മുഴ പതുക്കെ പൊട്ടി സ്ഥലം വിട്ടിട്ട് വീണു. അങ്ങനെ എനിക്ക് രോഗസൗഖ്യം കിട്ടി. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒന്ന് കാണിച്ചു പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിഷയമേ ഇല്ല, നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല, നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. ഒരു മരുന്ന് പോലും എനിക്ക് തന്നില്ല. ഒരു മരുന്നും തന്നില്ല. കൈകളടിച്ചു കരുത്താവിന് നന്ദി പറഞ്ഞേ. അമ്മ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അമ്മയുടെ നെഞ്ചിന് അങ്ങനെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഒരു തടിപ്പ് വന്നു. അത് വളർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ അമ്മ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്തു. എന്നാൽ അതിൻ്റെ ഇടയിൽ അമ്മ നമ്മുടെ മീറ്റിങ്ങിൽ കടന്നു വരികയും അതുപോലെ ഫോൺ വിളിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ അത് പൊട്ടി, അത് പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് വന്നു എന്നാണ് അമ്മ സാക്ഷ്യപ്പെടുത്തുന്നത്. കരങ്ങളെ തട്ടി കർത്താവിന് നന്ദി പറഞ്ഞാട്ട്. അമ്മയ്ക്ക് അതുകൊണ്ടുണ്ടായിരുന്ന പ്രയാസം എന്തോ അമ്മേ? വേദന ഉണ്ടായിരുന്നു, ഭയങ്കര ഒരു പരവേശം പോലെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനുമായിരുന്നു, എന്താണ് ഇത് വേറെ എന്തെങ്കിലും ആയി തീരുമോന്നൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് ബോധ്യമുണ്ടായിരുന്നു ദൈവം കൂടെയുണ്ട്. അതുകൊണ്ട് ഞാൻ ചർച്ചിലേക്ക് വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോ എനിക്ക് സൗഖ്യം തന്നു. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നിരവധി അനവധി അനുഗ്രഹങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പിൽ ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ കിടക്കുന്ന കിടപ്പിൽ കിടന്നു പോകേണ്ട സമയമായിരുന്നു. അപ്പൊ എനിക്ക് എഴുന്നേക്കത്തില്ലാത്ത ആ നിമിഷങ്ങൾ വന്നപ്പോഴും ഈ ചർച്ചിലെ ഇവരോട് പ്രാർത്ഥിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എഴുന്നേറ്റ് നടക്കാനുള്ള ശക്തി ദൈവം തന്നു. ഞാൻ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഞാൻ സാക്ഷ്യം പറഞ്ഞിരുന്നു. എഴുന്നേറ്റ് നടക്കാൻ പോലും പ്രയാസം ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ട് അമ്മയ്ക്ക് അങ്ങനെ വന്നതെന്നറിയോ? ഇടുക്കലിൽ ഇളകിയായിരുന്നു ഞാൻ വീണപ്പോ. ഇളകിപ്പോയി. അപ്പൊ 5-6 മാസത്തിനുള്ളിൽ എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് വേദന അനുഭവപ്പെട്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇരുന്നിടത്തുനിന്ന് എഴുന്നേക്കാൻ പറ്റാതെ വന്നു. ഒരു വിധത്തിൽ ഞാൻ മുറ്റത്തായിരുന്നു ഞാൻ ഇരുന്നത്, ഫോൺ വിളിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ അവിടുന്ന് മെല്ലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് മെല്ലെ എഴുന്നേറ്റ് പെരക്കകത്തോട്ട് പതുക്കെ കയറി ഞാൻ ഇവിടെ ചർച്ചിലുള്ള ഒരു ആന്റിയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ആന്റി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് സൗഖ്യം നൽകി, എന്നെ അനുഗ്രഹിച്ചു. പൂർണ്ണമായി സൗഖ്യം നൽകി. അമ്മയ്ക്ക് എഴുന്നേറ്റ് നടക്കാനൊന്നും പ്രയാസമില്ല? ഒരു പ്രയാസമില്ല. ഇരുന്നൊക്കെ ജോലി ചെയ്യുന്നുണ്ടോ? ഇരുന്ന് ജോലി ചെയ്യുന്നുണ്ട്. ഓടി നടന്ന് ജോലി ചെയ്യുന്നുണ്ട്. കരം അടിച്ചു കർത്താവിന് നന്ദി പറഞ്ഞേ. അമ്മ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിച്ചു. അമ്മയ്ക്ക് ഇരുന്നിടത്ത് എഴുന്നേക്കാൻ പോലും വയ്യാതിരുന്ന അവസ്ഥയിൽ നിന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് അത്ഭുതകരമായ ഒരു സൗഖ്യമാണ് ഉണ്ടായത്. അതുപോലെ മറ്റു കാര്യങ്ങൾ ദൈവം ചെയ്തത് പറയാമോ? പിന്നെ എൻ്റെ മക്കളുടെ പഠന മേഖലകൾ, ജോലി മേഖലകൾ, എനിക്ക് ഞങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള അവസ്ഥകൾ, അതെല്ലാം ഈ പ്രാർത്ഥന വഴിയായിട്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് മാറ്റം ഉണ്ട്. മക്കളുടെ ഭാവി, വിദ്യാഭ്യാസം, സാമ്പത്തിക കാര്യങ്ങൾ എല്ലാത്തിലും ദൈവം ചിലവ് ചെയ്തിട്ടുണ്ട്. അതെ, എൻ്റെ മോള് ജോലിക്ക് വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പം എങ്ങനെ പിന്നെ ജോലി ഇന്ന സ്ഥലത്ത് വന്ന് ഇന്റർവ്യൂ നടത്താനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയൊക്കെ ഒരുങ്ങുവാണ്.
അനുഗ്രഹമാണ്. മക്കളുടെ വിദ്യാഭ്യാസം ഒക്കെ ദൈവം അനുഗ്രഹിച്ചു, സാമ്പത്തികമായിട്ട് ഉയർത്തി. എല്ലാ മേഖലയിലും അനുഗ്രഹം മാത്രമാണോ ഉള്ളത്? എല്ലാ മേഖലയിലും അനുഗ്രഹം. ഈ ചർച്ചിനെ കുറിച്ച് അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? കാരണം അമ്മയ്ക്ക് അത്ഭുതങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. വളരെ നല്ല അഭിപ്രായമാണ് പറയാനുള്ളത്. ഇത്രയും വലിയ ദൈവാനുഗ്രഹം എനിക്ക് വേറൊരിടത്തൊന്നും കിട്ടത്തില്ല. അമ്മ പറഞ്ഞത് ശ്രദ്ധിച്ചുമാണ്, ഇത്രയും വലിയ ദൈവാനുഗ്രഹം അമ്മയ്ക്ക് വേറൊരിടത്തൊന്നും കിട്ടിയിട്ടില്ല. ജീസസ് വേൾഡിന്റെ ദൈവം ശക്തിയോടെ അമ്മയുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തി. നമ്മുടെ അഭിഷിക്തനായ ജോൺ ബ്രദറിനെ അമ്മയ്ക്ക് വേണ്ടി ദൈവം ഉപയോഗിച്ചല്ലേ? ബ്രദറിനെ കണ്ട് പ്രാർത്ഥിക്കാറുണ്ടോ അമ്മയുടെ ഇടയ്ക്ക്? ബ്രദറിനെ കണ്ട് ഞാൻ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഓക്കെ, എന്നാലും മീറ്റിംഗിന് അമ്മയുടെ ഇടയ്ക്ക് വരാറുണ്ട്? ഇടയ്ക്ക് വരാറുണ്ട്. പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ വരാറുണ്ട്. ഒത്തിരി ദൂരമാണ്, അതുകൊണ്ട് ഞാൻ തന്നെ മിക്കവാറും വരാനുണ്ടാവുള്ളൂ. അതുകൊണ്ട് എനിക്കൊരു തന്നെയുള്ളല്ലോ എന്നുള്ള ഒരു വിഷമം. ഇന്ന് ഞാൻ എന്റെ കൂടെ ഒരു ചേച്ചിനെ കൊണ്ടുവന്നിട്ടുണ്ട്, കൂടെ ചിലരെയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ യേശു ചെയ്തു. ഒത്തിരി കാര്യങ്ങൾ. നമുക്ക് യേശുവിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? യേശുവിനെ കുറിച്ച്, യേശു നമ്മളെ അനുഗ്രഹിക്കുന്ന വലിയൊരു സാന്നിധ്യത്തിന്റെ ഉടമയാണെന്ന്. അതെ, അനുഗ്രഹം മാത്രം തരുന്ന ദൈവം അല്ലേ? ഒരു തിന്മയും തരുന്ന ദൈവമല്ല. കൈകൾ അടിച്ച് നമുക്ക് കർത്താവിന് നന്ദി പറയാം. അമ്മ പറയുന്നത് അനുഗ്രഹിക്കുന്ന ദൈവമാണ്, ഉയർത്തുന്ന ദൈവമാണ്, മാനിക്കുന്ന ദൈവമാണ്. അമ്മയുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഈ സഭയിലൂടെ ചെയ്തു. അമ്മ പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ട് കാണും. ഓൺലൈനിൽ ഓഫ്ലൈനിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്നവർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജീസസ് വേൾഡിനെ ദൈവം ഈ കാലഘട്ടത്തിൽ വളരെ ശക്തിയോടെ പ്രയോജനപ്പെടുത്തുന്നു. നമ്മുടെ അപ്പോസ്തലനെയും ദൈവദാസന്മാരെയും ദൈവം ശക്തിയോടെ ഉപയോഗിക്കുന്നു. ഒരു വിടുതലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇന്ന് വിശ്വസിച്ചാട്ടെ. ആ കരങ്ങൾ അടിച്ചു കർത്താവിന് നന്ദി പറഞ്ഞു. നിങ്ങൾ അത് അനുഭവിക്കാൻ പോകുകയാണ്. സൗഖ്യം നിങ്ങൾ അനുഭവിക്കാൻ പോകുകയാണ്. വിടുതൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുകയാണ്. അനുഗ്രഹങ്ങൾ മാത്രം നൽകുന്ന ഒരു സ്വർഗത്തെയാണ് നമ്മൾ ഉയർത്തുന്നത്.